ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ആനിവേഴ്സറിയുടെ രണ്ടാമത്തെ പാർട്ടിലേക്ക് സ്വാഗതം. ഫസ്റ്റ് പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും കാണാത്തവർ ഓടിപ്പോയിട്ട് അത് കണ്ടിട്ട് വന്നോളൂ കേട്ടോ. അതിൻ്റെ കണ്ടിന്യൂഷനാണിത്. അപ്പോൾ എല്ലാവരും അത് കണ്ടോളൂ. കാണാൻ മാത്രമല്ല, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കുറേ ആൾക്കാരിങ്ങനെ കാണുന്നുണ്ട്, പക്ഷെ ആരും ലൈക്ക് ചെയ്യുന്നില്ല. എന്താണ്, ദേഷ്യം കൊണ്ടാണോ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണോ? എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. കമൻറ്റ് ചെയ്താലല്ലേ എനിക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അച്ഛൻ്റെ അമ്മേരെയും 30ാമത്തെ വെഡിങ് ആനിവേഴ്സറിയോട് അനുബന്ധിച്ചിട്ട് നമ്മൾക്കിന്ന് കുറച്ച് ഗസ്റ്റുകൾ കിട്ടാം. ഗസ്റ്റുകളൊന്നല്ല, നമ്മളെ വീട്ടുകാർ തന്നെയാണ്. അതായത് നമ്മളെ വീട്ടിൽ എന്ത് ഫംഗ്ഷൻ വന്നാലും ആദ്യം എത്തുന്ന ആരാണോ അവർ തന്നെയാണ് കേട്ടോ എന്നുള്ളത്. വലിയ ഗ്രാൻഡ് ഫംഗ്ഷനൊന്നുമല്ല, ചെറിയൊരു ഫംഗ്ഷനാണ്. എൻ്റെ മാമന്മാരും എൻ്റെ ചേട്ടനും ഫാമിലിയും മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ പ്രത്യേകിച്ച് ആരുമില്ല. നമ്മളെ രാത്രി ആയിരുന്നു കേട്ടോ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും എത്താനും സൗകര്യമൊക്കെ ആ സമയമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് രാത്രി നമ്മൾ ഫിക്സ് ചെയ്തിരുന്നു. പിന്നെ ഫുഡ് പുറത്തുനിന്ന് വാങ്ങാമെന്നാണ് അച്ഛൻ പറഞ്ഞത്. പക്ഷേ എനിക്ക് ഈ കുക്കിംഗ് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാനത് ഏറ്റെടുത്തു കേട്ടോ. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയൻ പ്യുവർലി വെജിറ്റേറിയൻ ആണ് കേട്ടോ. പിന്നെ ഞാനും കണ്ണനും ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ എന്തെങ്കിലും ഒരു നോൺ വെജ് ഞങ്ങൾ വെക്കുള്ളൂ. അത് ഞാനാണ് വെക്കാറ്. അമ്മയ്ക്ക് ഇതിനായിട്ട് വലിയ പരിചയമൊന്നുമില്ല. പിന്നെ ഇത് ക്ലീൻ ചെയ്യാനും പിടിക്കാനും ഞാൻ അമ്മേനെ വിളിച്ചില്ല കേട്ടോ. കാരണം അമ്മ പറഞ്ഞാൽ ചെയ്തു തരുമെങ്കിലും അമ്മയ്ക്ക് ആ സ്മെല്ലൊന്നും തീരെ പറ്റില്ല. പിന്നെ ഞാനത് ബുദ്ധിമുട്ടിച്ചില്ല. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു ചെറിയൊരു മസാല ഷവായി ചെയ്യാമെന്ന് വിചാരിച്ചു. ഒന്ന് ഗ്രില്ല് ചെയ്തെടുത്തിട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ അതിനാവശ്യമായ മസാലയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇപ്പോൾ ഇത് നന്നായി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റൈസും കറികളൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും അത്യാവശ്യം ഇതുമേൽ നന്നായി പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഒന്നും കൂടിയും ഇത് ഗ്രില്ല് ചെയ്തെടുക്കുമ്പോൾ ടേസ്റ്റ് കൂടും. അപ്പോൾ ആദ്യം ഞാൻ ചെയ്തത് അത് തന്നെയാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് വരുമ്പോൾ തന്നെ കൊടുക്കാൻ ഡ്രിങ്ക് ഉണ്ടാക്കാം. വെൽക്കം ഡ്രിങ്ക് പോലെ എന്തെങ്കിലും ഒരു വെറൈറ്റി സംഭവം ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ അപ്പോൾ മൊയ്റ്റോ പോലെ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ അതാദ്യം ഉണ്ടാക്കി കഴിഞ്ഞ് ഫ്രിഡ്ജിൽ കയറ്റിയിട്ടുണ്ടെങ്കിൽ വരുമ്പോഴേക്കും നല്ല തണുപ്പിൽ അത് കഴിക്കാമല്ലോ. മാർച്ച് ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി മാങ്ങ കിട്ടുന്ന സമയമാണ്. മാങ്ങയ്ക്ക് ഒരു പഞ്ഞവും ഇല്ല. അപ്പോൾ മാംഗോ വെച്ചിട്ടുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ നമ്മൾ ചെയ്തത്. അതൊന്നും കൂടി ഭംഗി കൂടാനും കടിക്കാൻ കിട്ടാനും ഒക്കെ ആയിട്ട് നമ്മൾ മാംഗോ ജെല്ലിയും അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മിക്സാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയം കൊണ്ട് ഏകദേശം നമ്മുടെ ചില്ലി ചിക്കനും സെറ്റായിട്ടോ. ഇനി കുറച്ച് സ്പ്രിംഗ് ഓനിയനും കൂടി ആഡ് ചെയ്താൽ അത് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. ഇപ്പം നോൺ വെജ് കറി നമ്മളെ സെറ്റായിട്ടുണ്ട്. ഇനി വെജ് കറി ഉണ്ടാക്കണം കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ സ്റ്റാർട്ടറായിട്ട് സ്പ്രിംഗ് റോൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു വെജ് സ്പ്രിംഗ് റോളാണ് ചെയ്തത്. പിന്നെ മൊയ്റ്റോയും കാര്യങ്ങളും സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളെ പാചകപ്പണിയും കാര്യങ്ങളൊക്കെ അവസാനിച്ച് കഴിഞ്ഞ് എടുത്തത് കേക്ക് കട്ട് ചെയ്യുന്ന സമയമാണ് കേട്ടോ. എല്ലാവരും ആ ഒരു സമയമായപ്പോഴേക്കും വന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ അമ്മേനും കാരിക്കേച്ചർ പോലത്തെ ഒരു കേക്ക് ആയിരുന്നു കേട്ടോ. പിന്നെ 30ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ പേൾ ആനിവേഴ്സറി ആണല്ലോ. അപ്പോൾ പേൾ തീമിലായിരുന്നു കേട്ടോ രണ്ടാമത്തെ കേക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടൊക്കെ നിൽക്കുക. എൻ്റെ മാമന്മാരെന്ന് വെച്ചാൽ ഇങ്ങനെ തമാശയും കാര്യങ്ങളൊക്കെ പറയും. ഫുൾ വൈബാണ്. ഞാൻ എൻ്റെ ഡ്രസ്സിൽ ഒട്ടും കംഫർട്ടല്ലായിരുന്നു കേട്ടോ. കാരണം നാട്ടിലെത്തിയപ്പോൾ എനിക്ക് ഡ്രസ്സും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം എൻ്റെ മുഖത്തുണ്ട്. കമ്പയർ ടു എൻ്റെ അച്ഛൻ്റെ വീട്ടിനേക്കാളും കുറച്ചും കൂടി വൈബ് കൂടുതൽ അമ്മേരെ വീട്ടിലാണ് കേട്ടോ. ഫുള്ള് ചിരി, തമാശ, കളികളൊക്കെ ആയിരിക്കും. എസ്പെഷ്യലി മാമന്മാരൊക്കെ രണ്ടെണ്ണം അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട, ഫുള്ള് ഡാൻസും പരിപാടികളൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോയപ്പോൾ നാട്ടിലേക്ക് കുപ്പി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കടിച്ച് എല്ലാവരും ഒന്ന് മിനിങ്ങി നിൽക്കുന്ന സമയം എനിക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോഴേ ഇവരൊക്കെ എനിക്ക് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ആഗ്രഹിക്കുക ഈ ഒരു നിമിഷം വീണ്ടും കിട്ടിയിരുന്നെങ്കിൽ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫ്രെയിം ഇപ്പോഴും പൂർണ്ണമല്ല കേട്ടോ. ഇതിൽ കുറച്ച് പേരെ നിങ്ങൾക്കിപ്പോൾ കാണാം, കുറച്ച് പേരെ വഴിയേ കാണാം. പക്ഷേ ഇതിലില്ലാത്ത കുറച്ചധികം ആൾക്കാരുണ്ട് കേട്ടോ. എൻ്റെ അമ്മായി ഇതിലില്ല. മാമൻ മരിച്ചിട്ട് ഒരു കൊല്ലമാവാത്തത് കൊണ്ട് അമ്മായിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. പിന്നെ എൻ്റെ 2 ചേട്ടന്മാർ, അവരുടെ വൈഫും പിള്ളേരും ഇതിലില്ല. അതുപോലെ എൻ്റെ മൂത്ത മാമൻ്റെ 2 കുട്ടികൾ, അവർ ഇതിലില്ല. എൻ്റെ വല്യച്ഛനും വല്യമ്മയും ഗോകുലും അപ്പും ഇതിലില്ല. ഇവരെല്ലാവരും കൂടിയാലാണ് കേട്ടോ ഇത് പൂർണ്ണമാവും. ഇന്ന് വന്ന ഓരോരുത്തരെയും ഞാൻ വഴിയെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പോൾ കേക്ക് കട്ടിങ് കാര്യങ്ങളും കഴിഞ്ഞ് ആദ്യം ഞങ്ങൾക്ക് 2 ആൾക്കും തന്നെയാണ് അച്ഛനമ്മയും തന്നത്. അത് കഴിഞ്ഞ് ഇവർക്ക് ഞാൻ ചെറിയൊരു ഉമ്മയൊക്കെ കൊടുത്തപ്പോൾ ഇമോഷണലി ഞാൻ ഇത്തിരി ഡൗൺ ആയി പോയിട്ട്. കേക്ക് കട്ട് ചെയ്ത് എല്ലാവരും അച്ഛനമ്മയ്ക്കും വയലൊക്കെ വെച്ച് കൊടുത്തു. ഇനി അടുത്തത് ഗിഫ്റ്റ് കൈമാറലാണ് കേട്ടോ. അച്ഛനമ്മയ്ക്ക് ഒരു മാലയൊക്കെ ഇട്ട് കൊടുത്തു. ഞാനും ഇനിയും കൂടി ഒരു 30 ഗിഫ്റ്റ് 30ാമത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് ആ ടേബിൾ മേലെ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ വീട്ടിൽ എയർ ഫ്രയർ ഇല്ലാത്തതുകൊണ്ട് അതും ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഞാനും അനിയനും കൂടിയും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ അമ്മയുടെ അക്കൗണ്ടിൽ നമുക്ക് കുറച്ച് പൈസ ഇട്ട് കൊടുക്കണം. കാരണം പിന്നീട് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അത് അവർക്ക് ഉപയോഗിക്കാമല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഓരോരുത്തരും ഇങ്ങനെ ഗിഫ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആദ്യം കൊടുത്ത ആളാണ് അമ്മൂസ്, ബെനീഷ് മാമൻ്റെ മോളാണ്. അമ്മയുടെ പാപ്പൻ്റെ മോനാണ് കേട്ടോ ബെനീഷ് മാമൻ. മാമന് വേറെ പെങ്ങന്മാരൊന്നുമില്ല, ഒറ്റ മോനാണ്. അമ്മേനെ വലിയ കാര്യമാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ കൊടുത്തതാണ് എൻ്റെ മൂത്ത മാമൻ ദിലീപ് മാമനാണ്. എൻ്റെ അമ്മയ്ക്ക് 3 ആങ്ങളമാരാണുള്ളത്. അതിൽ മൂത്ത ആളാണ് കേട്ടോ ഇപ്പോൾ പോയത്. ഈ കൊടുക്കുന്നത് ഇന്ദുലേഖമ്മായി, ഏറ്റവും ഇളയ മാമൻ്റെ ഭാര്യയാണ് കേട്ടോ ഇന്ദുലേഖമ്മായി. ഇപ്പോൾ രണ്ടാമത് കൊടുക്കുന്നതാണ് എൻ്റെ കുഞ്ഞിമാമൻ, രണ്ടാമത്തെ മാമനാണ് ദിനേശ് മാമൻ കേട്ടോ. എൻ്റെ അച്ഛൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നതാണ് എൻ്റെ ചേട്ടൻ, അമ്മായിയുടെ മൂത്ത മോനാണ്. എൻ്റെ തറവാട്ടിൽ ഞങ്ങൾ അമ്മായിക്ക് 3 ആൺകുട്ടികൾ, വല്യച്ഛന് 2 ആൺകുട്ടികൾ, പിന്നെ എൻ്റെ അനിയൻ, അങ്ങനെ ഈ ഒരു
6 പേർക്ക് കൂടി ഞാനൊരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഒരു വലിയൊരു ക്രെഡിറ്റും കൂടി എനിക്കുണ്ട്. ഇത് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും നല്ല വിശന്ന് പൊരിഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. നമുക്ക് 2 ഓപ്ഷൻ ഉണ്ടായി, വെജും ഉണ്ടായി നോൺ വെജും ഉണ്ടായി. ചില്ലി ഗോബി, ചില്ലി ചിക്കൻ, വെജ് ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു, മിക്സഡ് ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു, അൽഫാം ഉണ്ടായിരുന്നു, പിന്നെ ഒരു ചെറിയൊരു പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കോക്കനട്ട് മാംഗോ പുഡിങ് ആണെന്നാണ് എനിക്കൊരു ഓർമ്മ. ഒരു വർഷമായതുകൊണ്ടേ മറന്നു. ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ചു തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ എത്തിയ അതിഥികളാണിത്. നമ്മുടെ വീടിൻ്റെ അടുത്ത് ഷിജു ചേട്ടൻ്റെ ഫ്ലാറ്റ് ഉണ്ട്. അവിടെ ഈ അകലെന്ന് ട്രാൻസ്ഫർ ചെയ്ത് വരുന്ന ഒരുവിധം എല്ലാ ഉദ്യോഗസ്ഥന്മാരും അവിടെ താമസിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും കനറ ബാങ്കിലെ ജീവനക്കാരാണ്. ഒരാൾ ആസാമാണ്, ആലപ്പുഴയിൽ നിന്നുണ്ട്, അതേപോലെ കൊല്ലാണെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെയാണ് കേട്ടോ അവർ. അപ്പോൾ അവരാദ്യം കഴിച്ചിട്ട് ബാക്കി എല്ലാവർക്കും കഴിക്കാമെന്ന് വിചാരിച്ചു. അവിടെ ആയിരിക്കുന്ന ആളാണ് ആൻറ്റിയാണ് കേട്ടോ. ആൻറ്റിനെ ഞാനൊരു അതിഥിയായിട്ടൊന്നും കൂട്ടണില്ല. കാരണം നമ്മളെ വീട്ടിലെ എല്ലാ ഫംഗ്ഷനും ആൻറ്റി ആദ്യം ഉണ്ടാവും. ആൻറ്റി ഇല്ലാണ്ട് നമ്മളെ വീട്ടിലൊരു ഫംഗ്ഷൻ ഇല്ല കേട്ടോ. ഇപ്പോൾ തലാട്ടിയതാണ് ബെന്നീഷ് മാമൻ, ഞാൻ പറഞ്ഞ അമ്മൂസിൻ്റെ അച്ഛൻ. ഇതാണ് എൻ്റെ മൂത്ത മാമൻ. ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയല്ലോ, ഇതാണ് എൻ്റെ കുഞ്ഞു മാമൻ. ഇനി എനിക്ക് ഒരു മാമനും കൂടി ഉണ്ട്, ദിബീഷ് മാമൻ. മാമൻ എത്തിയിട്ടില്ല. മാമൻ എന്തോ ഓട്ടവും കാര്യങ്ങളുണ്ടായിട്ട് മാമൻ പോയിരിക്കുകയായിരുന്നു. മാമൻ എത്തിയിട്ടില്ല. ഇതെൻ്റെ മൂത്ത അമ്മായിയാണ് കേട്ടോ, ബിന്ദു അമ്മായി, ദിലീപ് മാമൻ്റെ ഭാര്യ. ഇത് ഞങ്ങളെ കുഞ്ഞാവ, അമ്പാടിയുടെ സ്വന്തം കുഞ്ഞാവ എൻ്റെ. ഇതാണ് നമ്മുടെ സ്പീഡ്. കണ്ണനിട്ട പേരാണ് കേട്ടോ അവന് സ്പീഡെന്ന്. ഇവൻ ഒരു നിമിഷം ഒരു ഓടത്തടങ്ങി നിൽക്കില്ല. അതുകൊണ്ട് കണ്ണനിട്ട പേരാണ് സ്പീഡെന്ന്. കണ്ണന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് പഞ്ചാര കേട്ടോ, ആൻറ്റിയുടെ മൂത്ത മോളാണ്. ഈ പഞ്ചാരല്ല, കൃഷ്ണപ്രിയ. പിന്നെ ഇതാ പിള്ളേർ സെറ്റ് എല്ലാവരും വിശപ്പ് മൂത്തു കേട്ടോ. കാരണം ഇരിക്കാൻ സ്ഥലമില്ല. എല്ലാവരും അടുക്കളയിലിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ച് പോവാനുള്ള പ്ലാനിലാണ് കേട്ടോ. രാത്രിയായിട്ട് നല്ല അടിപൊളി ചൂടായിരുന്നു കേട്ടോ. സഹിക്കാൻ പറ്റാത്ത ചൂടായിരുന്നു കേട്ടോ. ഞാൻ ഓരോരുത്തർക്ക് ഇങ്ങനെ യാത്ര പറയുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ ചെറുതായിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഞാൻ മുന്നും പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അച്ഛനൊരു കടയുണ്ട് കേട്ടോ. അച്ഛൻ രാവിലെ 5:30 ആകുമ്പോഴേക്കും കട തുറക്കും. അത് അടയ്ക്കുമ്പോൾ ഏകദേശം രാത്രി 12 മണിയൊക്കെ ആവും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. സ്നേഹപ്രകടനങ്ങളാണ് കേട്ടോ കാണുന്നത്. പരസ്പരം വാരിക്കൊടുത്തും അങ്ങനത്തെയുള്ള സ്നേഹപ്രകടനങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സമയം നന്നായി വൈകിക്കൊണ്ട് തന്നെ കുറച്ച് പേരൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കിയുള്ള നമ്മളെല്ലാവരും കൂട്ടിയിട്ട് ആ 30 ഗിഫ്റ്റ് അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അങ്ങനെ ഓരോന്നായിട്ട് അൺബോക്സ് ഒക്കെ ചെയ്ത് എല്ലാവരും അതെന്താന്നൊക്കെ നോക്കി. അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി സന്തോഷത്തോട് കൂടിയിട്ടുള്ള എൻ്റെ അമ്മയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ ഈ ഒരു കാശിമാല എന്ന് പറയുന്നത്. അത് കിട്ടിയപ്പോൾ അമ്മ ഡബിൾ സന്തോഷമായിരുന്നു കേട്ടോ. ഇത് തന്നെ രേഖമായാണ് കേട്ടോ, രണ്ടാമത്തെ മാമൻ്റെ ഭാര്യയാണ്. പിന്നെ ഇതാ അവിടെ ഇരിക്കുന്നത് സ്പീഡിൻ്റെ അച്ഛനും അമ്മയും ചേച്ചിയാണ്. കുഞ്ഞാവയും അശ്വതി ചേച്ചി മനിച്ചേട്ടനാണ് കേട്ടോ. അപ്പോൾ ഒരുവിധം എല്ലാവരെയും നിങ്ങൾ പരിചയപ്പെട്ടു എന്ന് വിചാരിക്കും. അങ്ങനെ ഒരുപാട് കളിയും ചിരിയും സന്തോഷവും തമാശയൊക്കെ ആയിട്ടുള്ള ആ ഒരു ദിവസം ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.